നമസ്കാരം. ഈ ഒരു കാര്യം നല്ല രീതിക്ക് ഏവരും എടുക്കണം. ഹനുമാൻ്റെ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന വഴിപാടിനെക്കുറിച്ചാണ്. അവിടെ നാം കാണുകയാണ് പലതരം വഴിപാടുകൾ. വെറ്റിലമാല, നാരങ്ങാമാല, വെണ്ണ ഇത്യാദികളെല്ലാം തന്നെ വളരെയധികം ശാസ്ത്രീയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ വെറ്റിലമാലയിൽ നിന്ന് നമുക്ക് വെറ്റില പ്രസാദമായിട്ട് തരുന്നു. ഏവരും അത് ഭക്ഷിക്കുക എന്നുള്ളതാണ്. അത് തിന്നണം, പ്രസാദമായിട്ട് സ്വീകരിക്കുന്നു. അതെവിടെയെങ്കിലും കൊണ്ട് വെക്കരുത്, അലക്ഷ്യ രൂപത്തിൽ എവിടെയെങ്കിലും മാറ്റി വെക്കരുത്. അപ്പോൾ ആ വെറ്റില എന്നുള്ളത് ഒരു മരുന്നാണ്. ഇന്നാരും വെറ്റില കഴിക്കുന്നില്ല. കുട്ടികൾക്ക് വെറ്റില എന്തെന്ന് പോലും അറിയത്തില്ല. മൂന്നും കൂട്ടി മുറുക്കുക എന്നുള്ളൊരു ചൊല്ലുണ്ടായിരുന്നു. ആ പഴഞ്ചൊല്ലിലൂടെ പലതരം കാര്യങ്ങൾ, വിഷയങ്ങൾ തലമുറകളായിട്ട് നമ്മളെ പഠിപ്പിച്ച് വന്നിരുന്നു. ഇന്ന് ശീലമൊന്നുമില്ല. ഇന്ന് നമ്മുടെ മനസ്സ് യൂറോപ്പിലാണ്. യൂറോപ്പിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതുപോലെ ചലിക്കുന്ന കൂട്ടത്തിലായി. ഇനി അവശനായി തീരുമ്പം പതുക്കെ ഒന്ന് മുത്തശ്ശി വല്ലതും പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും ആയുർവേദത്തിലുണ്ടോ, അപ്പോഴത്തേക്ക് നമ്മുടെ വയസ്സ് 50 പോട്ടെ. അപ്പോൾ അങ്ങനെ ഈ വെറ്റില ഏവരും ഭക്തി ശ്രദ്ധാപുരസരം പ്രസാദമായിട്ട് സ്വീകരിച്ച ശേഷം അത് ഏവരും കഴിക്കുക. അകത്ത് ചെല്ലട്ടെ. അതൊരു മരുന്നായി വർത്തിക്കും. ശരീരം രോഗമില്ലാതെ ആവും എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്ത വിഷയം നാരങ്ങമാല. നാരങ്ങയിൽ നിന്ന് നാരങ്ങ പ്രസാദമായിട്ട് തരുന്നത് കണ്ടിട്ടുണ്ട്. ആ നാരങ്ങ ദയവ് ചെയ്ത് മാറ്റി വയ്ക്കരുത്. അത് ലെമൺ ജ്യൂസായിട്ട് തന്നെ കുടിക്കുക. ഒരു ദോഷവും വരില്ല എന്നുള്ളതാണ്. ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഈ നാരങ്ങ കിട്ടുന്നു, അത് നേരെ വീട്ടിൽ കൊണ്ട് വയ്ക്കും. അത് ഫ്രിഡ്ജിലിരുന്ന് അതങ്ങനെ അഴുകി ചീഞ്ഞ് പോകും. പിന്നെ അതെടുത്ത് വെച്ച് പാത്രം തേക്കാൻ ഉപയോഗിക്കുകയാണ്. ആ നാരങ്ങാത്തോട് കൊണ്ട് പാത്രം തേക്കാം, തെറ്റില്ല. പക്ഷേ ആ നാരങ്ങ ജ്യൂസ് ഒരു എന്താ പറയുക, ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകണം എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, തമിഴ്നാട്ടിൽ, ആന്ധ്രയിൽ, തെലുങ്കാന, കർണാടക, ഇവിടെയെല്ലാം തന്നെ വടമാല നമുക്ക് കാണുവാനാവും. 100 വടയുടെ മാല, 1000 വടകളുടെ മാല എന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ വടവൃക്ഷത്തിൻ്റെ ഇല കൊണ്ട് ചെയ്ത് മാല കെട്ടി ഹനുമാന് സമർപ്പിച്ചു. അന്ന് തുടങ്ങിയതാണ് ഈ ആചാരം. ഈ വടവൃക്ഷം വട എന്ന് സംസ്കൃതമൊക്കെ ലോപിച്ച് മലയാളം പഠിച്ച് എന്താ പറയുക, വട എന്നായി. ഇനിയിപ്പോൾ ഇത് തന്നെയാണ് വട. അങ്ങനെ വടമാലയായി ഒരു 100 കൊല്ലമായി കാണും. ഏതോ ഒരു ക്ഷേത്രത്തിൽ ആരോ ഒരാൾ തുടങ്ങി, 1ൽ നിന്ന് 10, 100 100 1000 ലക്ഷങ്ങളായി ഇന്ന് നാം ഫോളോ ചെയ്യുകയാണ്. ഇതൊരു സെൻറ്റിമെൻറ്റായി. ഹനുമാന് വടമാല നേദിച്ചു എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ വടമാല കഴിപ്പിച്ചു വഴിപാടായിട്ട്. ഈ വട എന്നുള്ളത് ഭക്ഷണം ആണ്, ഇല്ലെങ്കിൽ ഭക്ഷ്യവസ്തുവാണ്. അത് നേദിക്കുക എന്നുള്ളതാണ്. ഒരു ദേവനും എണ്ണയിൽ പൊരിച്ച ഒരു സാധനം കഴുത്തിൽ മാലയായിട്ടിട്ടിട്ട് ഇത് നന്നായിട്ടുണ്ടെന്ന് പറയുമോ എന്ന് ചിന്തിക്കുക. വടമാല നേദിച്ചു കഴിഞ്ഞാൽ ഫലത്തിൽ ഒരു കുറവും വരില്ല, ഫലത്തിൽ മാറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മൾ നല്ലത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ പല ക്ഷേത്രത്തിലും ഇത് നടന്നു വരികയാണ്. വട നിവേദ്യ വസ്തുവാണ്. നാളെ ഇത് മാറ്റിയില്ലെങ്കിൽ നാളെ ഇത് സമോസ മാലയാവും, ബോണ്ട മാലയാവും എന്നിങ്ങനെ പലതരത്തിൽ. ഉത്തരേന്ത്യയിൽ ജിലേബി മാല എന്താണെന്ന് ഒരു പിടിയുമില്ല. സന്മനസ്സുള്ളവർ, അറിവുള്ളവർ ഇത് ദയവ് ചെയ്ത് പതുക്കെ ഇത് മാറ്റി, സെൻറ്റിമെൻറ്റിനെ മാറ്റി നല്ലതിലേക്ക് നീങ്ങണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം.